ബഹുമാനപ്പെട്ട പതിക്കലച്ചന്റെ ഒപ്പം ജോലി ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ലെങ്കിലും, പ്രത്യേകിച്ച് ഈശോയുടെ തിരുമുഖം പതിഞ്ഞ തിരുവോസ്തി ഒരു ദിവ്യകാരുണ്യ അടയാളമാണെന്ന് ഔദ്യോഗികമായി റോമിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് തോമസ് അച്ഛനോട് പതിക്കലച്ചനോട് വളരെ അടുത്തിടപെടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അച്ഛന്റെ വിശ്വാസത്തിന്റെ ഒരു ജ്വലനമാണ്. മനുഷ്യരുടെ യോഗ്യതകളെ ദൈവം വലിയ കാര്യമായി പരിഗണിക്കുന്നില്ലെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത്രയും വലിയൊരു മഹാത്ഭുതത്തിന് അടയാളത്തിന് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയുടെ വിശുദ്ധിയെയും ആ വിശുദ്ധിയുടെ ആഴമായ ആത്മീയതയും ദൈവം വിലമതിക്കുന്നു എന്നുള്ളതാണ്. അച്ഛനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. പതിക്കച്ചനെ പുറമേ കാണുമ്പോൾ അങ്ങനെ വലിയ ശബ്ദമുള്ള ഒരു ആത്മീയതയല്ല അദ്ദേഹത്തിന്റെ, വളരെ ആഴമുള്ള ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അച്ഛന്റെ ആത്മീയതയുടെ ആഴം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവം കൂടിയായി ഈ വിളക്കണ്ണൂരിലെ ദിവ്യകാരുണ്യ അടയാളം മാറുന്നത്. എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. വളരെ ആഴമായ ആത്മീയതയുള്ള ഒരു മനുഷ്യൻ. ഈ ദിവ്യകാരുണ്യ അടയാളത്തെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ കാര്യങ്ങളൊക്കെ പത്രങ്ങളിലും മാധ്യമങ്ങളൊക്കെ വന്നപ്പോഴും പതിക്കലച്ചൻ അർപ്പിച്ച വിശുദ്ധ കുർബാന മധ്യയാണ് അത് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ അച്ഛൻ അതിനകത്ത് ഒരുപാട് ആവേശം കൊള്ളുന്നത് ഞാൻ കണ്ടിട്ടില്ല. അച്ഛനെ സംബന്ധിച്ച് അതൊരു വലിയ ഞാൻ അർപ്പിച്ച ബലി എന്നതല്ലായിരുന്നു, ഈശോ മിശിഹായി ദേശത്തിന് നൽകിയ ഒരു വലിയ അടയാളം എന്ന അർത്ഥത്തിലായിരുന്നു. ഇപ്പോഴും വളരെ എളിമയോടുകൂടി തന്റെ വിശുദ്ധിയെക്കുറിച്ചോ തന്റെ ആത്മീയ ആഴത്തെക്കുറിച്ചോ ഒരു വാക്ക് പോലും പുറത്തു പറയാതെ, താൻ അയോഗ്യനായിട്ടും കുറവുണ്ടായിട്ടും ഈശോ എന്നെ ഇത്രത്തോളം സ്നേഹിച്ചല്ലോ എന്ന് പറയുന്ന എളിമയുടെ ജീവിതം അച്ഛനുണ്ടായിരുന്നു. ഒരിക്കലും അച്ഛനെ തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു മീഡിയയിലും ഇന്റർവ്യൂയിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അച്ഛൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അത് അച്ഛനെന്ന് മനസ്സിലാക്കേണ്ട വലിയൊരു ഗുണമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ എല്ലാ വൈദികരും വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ്. അവരുടെ ജീവിതം ദൈവജനത്തിന് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നവരാണ്. പതിക്കലച്ചനെ സംബന്ധിച്ച് ഈശോ കുറേയും കൂടി അച്ഛനെ സ്നേഹിച്ചിരുന്നുവെന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ മരണം വഴി ഈശോയുടെ പക്കലേക്ക് പോയാലും വിശുദ്ധ കുർബാനയുടെ വലിയ ഒരു സ്നേഹിതൻ എന്ന നിലയിൽ അച്ഛൻ്റെ മാധ്യസ്ഥം നമ്മുടെ രൂപതയ്ക്ക് തലശ്ശേരിയിലെ വൈദിക ഗണത്തിന് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹം ഈശോ നൽകിയിട്ട് അദ്ദേഹത്തിന് രോഗപീഠ നൽകിയല്ലോ എന്നൊരു ചിന്ത ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ അച്ഛനെ അടുത്തറിയുമ്പോഴൊക്കെ അച്ഛൻ രോഗത്തെക്കുറിച്ച് ഓർത്തായിരുന്നില്ല സങ്കടപ്പെട്ടിരുന്നത്. കർത്താവിന്റെ സ്നേഹം ഓർത്ത് എളിയവനായി എന്നെ ഈശോന് ഉപകരണമാക്കിയില്ലെന്ന് ഓർത്ത് അച്ഛൻ കരയുന്നത് കണ്ടിട്ടുണ്ട്. സഹനങ്ങൾ അച്ഛനൊരു വിഷയമായിട്ട് അച്ഛൻ കരുതിയിരുന്നില്ല. ഈശോ എന്നോട് വലിയ കാരുണ്യം കാണിച്ചു എന്ന് ഓർത്ത് തന്നെ തൻ്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ഒക്കെ തൻ്റെ കരങ്ങളിൽ തിരുവോസ്തി ഈശോയുടെ തിരുമുഖം പതിഞ്ഞ ആ സംഭവത്തിന് ഉപകരണമായല്ലോ എന്നോർത്ത് അച്ഛൻ്റെ കണ്ണ് നിറയുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പതിക്കലച്ചന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ വെള്ളിയാഴ്ച ജൂലൈ 24 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് വിളക്കണ്ണൂർ ക്രിസ്തുരാജ ദേവാലയത്തിലാണ്. സാധാരണ അച്ഛന്മാര് മരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ സ്വന്തം ഇടവകയിൽ അല്ലെങ്കിൽ തലശ്ശേരിയിൽ അച്ഛന്മാരെ അടക്കാൻ ഒരുക്കിയിരിക്കുന്ന കത്തീഡ്രൽ ദേവാലയത്തോട് ചേർന്നുള്ള സെമിത്തേരിയിലാണ്. പക്ഷെ പതിക്കലച്ചനെ സംബന്ധിച്ച് അച്ഛന്റെ ആഗ്രഹവും അച്ഛന്റെ കുടുംബാംഗങ്ങളുടെ ആഗ്രഹവും അതിലേറെ വിളക്കണ്ണൂർ ആ പൊതുസമൂഹത്തിന്റെ ഒരു പ്രത്യേക താല്പര്യം പരിഗണിച്ച് അഭിനന്ദ പിതാവ് അച്ഛന്റെ മൃതസംസ്കാരം വിളക്കണ്ണൂര് അച്ഛനിരുന്ന അച്ഛന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിരുന്ന ആ ദിവ്യകാരുണ്യ അടയാളം സംഭവിച്ച വിളക്കണ്ണൂർ ക്രിസ്തുരാജ ദേവാലയത്തിലാണ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി അച്ഛന്റെ വീട് കിളിയന്തറയാണ്. അച്ഛന്റെ വീട് കിളിയന്തറയുള്ള സഹോദരന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകും. വൈകുന്നേരം 6 മണി വരെ കിളിയന്തറയിൽ പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവും. പിന്നീട് വ്യാഴാഴ്ച വൈകുന്നേരം 7 മണി മുതൽ കരുവിഞ്ചാലിലുള്ള പ്രീസ്റ്റ് ഹോമിൽ അച്ഛന്റെ മൃതശരീരം പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവും. പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് മൃതസംസ്കാര ശുശ്രൂഷകളുടെ ആദ്യ ഭാഗവും ഒപ്പം വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് 8 മണിക്ക് വിളക്കണ്ണൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ കൊണ്ടുവരും. 8 മണി തൊട്ട് 10 മണി വരെ പൊതുദർശനത്തിനുള്ള സൗകര്യവും 10 മണിക്ക് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പളാനി പിതാവിന്റെയും മറ്റു പിതാക്കന്മാരുടെയും കാർമ്മികത്വത്തിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്യും.